ഹായ് ഗൈസ്, നമുക്കിന്നൊരു തമിഴ്നാട് തക്കാളി ചട്നി തയ്യാറാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു സവാള കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചുവക്കൊന്നും വേണ്ട, ഒരുപാടൊന്നും ചെറുതായിട്ടൊന്നും വാടിയാൽ മതി. ഞാൻ അതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കുത്ത് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴഞ്ഞ് വരട്ടെ. ഇതിലേക്ക് ഞാൻ 3 തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ട് നമ്മുടെ സവാള തക്കാളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ തേങ്ങ കൂടി ചേർക്കാം. സ്വല്പം കായപ്പൊടി കൂടെ നമുക്കിടാം. വറുത്ത് വെച്ചേക്കുന്ന ഉഴുന്ന് പരിപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചു കൊണ്ടുവരാം. ഇതിനെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. 1 ഗ്ലാസ് വെള്ളം നമുക്ക് കുറച്ചൊഴിക്കാം. ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ ഒഴിച്ചാൽ മതി. ഒന്നുകൂടെ അരച്ചു. ഈ ഒരു രീതിക്ക് ഞാൻ അതിനെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിക്കാം. കുറച്ച് കടുകിടാം. കുറച്ച് കറിവേപ്പില ഇടാം. അതിലേക്ക് നമുക്ക് ലേശം കായപ്പൊടി ഇടാം. സ്റ്റൗ ഓഫ് ചെയ്ത് അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.